ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. പുലർച്ചെ 3 മണി മുതൽ ഇതുവരെ 84,806 പേരാണ് ദർശനം നടത്തിയത്. മണിക്കൂറിൽ 5000-ന് മുകളിൽ ഭക്തരാണ് സന്നിധാനത്തെത്തുന്നത്. കഴിഞ്ഞ സീസണേക്കാൾ 33% വരുമാനവും വർദ്ധിച്ചു. ഗോകുൽനാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് ഈവനിംഗ് ഗോകുൽ. സ്വാമി ശരണം. എങ്ങനെയുണ്ട്? ഭക്തജന തിരക്ക് ഇന്നും തുടരുന്നുണ്ട്, പക്ഷേ സുഖദർശനം തന്നെയാണ്. കാലാവസ്ഥയൊന്നും ബുദ്ധിമുട്ടാക്കുന്നില്ലല്ലോ അല്ലേ? നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ സന്നിധാനത്ത്? ഡോക്ടർ മുകുൾമാർ, തീർച്ചയായിട്ടും നല്ല തണുപ്പാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തണുപ്പ് തുടങ്ങി പിന്നീട് ഒരു 9 മണിവരെയൊക്കെ ഈ തണുപ്പ് ഇങ്ങനെ പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ മരം കോച്ചുന്ന തണുപ്പിലാണ് ആളുകൾ ക്യൂ നിൽക്കുകയും അതേപോലെ തന്നെ സുഖദർശനം നടത്തി പോവുകയും ചെയ്തത്. വലിയ തിരക്ക് എന്തായാലും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തിരക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ എത്തുകയും കൃത്യമായി തന്നെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകൾ എത്തുന്ന സമയത്ത് തന്നെ വടം കെട്ടി നിർത്തിക്കൊണ്ട് അങ്ങനെയാണ് മരക്കൂട്ടത്തിലും അതേപോലെ തന്നെ അതിനുശേഷം വലിയ നടപ്പന്തലിലും ഇത്തരത്തിൽ തടഞ്ഞുകൊണ്ടാണ് പിന്നീട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായി തന്നെ നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും സമാനമായ സംഭവ വികാസമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ തിങ്കളാഴ്ച ദിവസമായപ്പോഴേക്കും 1,17,000 പേർ ശബരിമല മല ചവിട്ടി. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും സംഭവിച്ചതെന്നുള്ളതാണ്. ഞായറാഴ്ച ദിവസം വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല, അനുഭവപ്പെട്ടില്ല. എന്നാൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതായത് ഇന്നിപ്പോൾ നിലവിൽ 80,000-ന് മുകളിലേക്ക് ആളുകൾ ശബരിമല ദർശനം നടത്തിയെന്നുള്ളതാണ്. 18ാം പടി ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വരുമാനത്തിലും ഗണ്യമായ വർധന ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 2025-26 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിലെ ആകെ മൊത്തം വരുമാനം 92 കോടി രൂപ, അതായത് റെക്കോർഡ് വരുമാനമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. 69 കോടിയായിരുന്നു കഴിഞ്ഞ തവണത്തെ വരുമാനം. അപ്പോൾ അവിടെ നിന്നാണ് ഇത്രയും വരുമാനത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ നമ്മൾ ഈ കാണുന്നത് ഫ്ലൈ ഓവറിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടത്തടക്കം ആളുകളെ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ചു നേരത്തെ കാലതാമസമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗോകുൽ. അപ്പോൾ സുഖദർശനം നടക്കുന്നു. ഭക്തജന തിരക്കുണ്ട് സന്നിധാനത്ത്, പക്ഷേ അപ്പോഴും സുഖദർശനമാണ്.